അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുട്ടി ഫോണിൻ്റെ ഒരു അൺബോക്സിങ് റിവ്യൂ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് iPhone 16 ഒരു ചെറിയ മോഡലാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഏകദേശം ആ ഒരു ലുക്കിലും ഫീൽഡിലുമാണ് കാര്യം വരുന്നത്. അപ്പോൾ നമുക്ക് സമയമൊന്നും കളയുന്നില്ല, നമുക്ക് നേരെ അൺബോക്സിങ്ങിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഗൈസാണ് നമ്മുടെ പെട്ടിയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് കാണുന്ന പോലെ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് എല്ലാം നോക്കിയോ, വൃത്തിയായിട്ട് കാണുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ചാർജറുണ്ട്. ഒരു ചെറിയൊരു ചാർജറാണ്. നമ്മൾ സാധാ ഫോണിൽ വലിയ ചാർജറുണ്ട്, ചെറിയൊരു ചാർജർ മാറ്റി വെക്കാം. പെട്ടിയുണ്ട്. അടുത്തായിട്ട് അത് അത്ഭുതം എന്നുള്ള വെച്ചാൽ നമുക്കതിൻ്റെ ടൈപ്പ് സിയുടെ ഒരു ഹെഡ്സെറ്റാണ് നമുക്ക് കിട്ടുന്നത്. വലിയ ക്വാളിറ്റി ഒന്നുമില്ല, എന്നാലും ടൈപ്പ് സിയുടെ ഒരു ഹെഡ്സെറ്റ് കിട്ടുന്നുണ്ട്. അടുത്താണ് നമ്മുടെ ഫോണിൻ്റെ ഒരു ഇച്ചിരി സിനിമാറ്റിക് വീഡിയോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ കണ്ട ഏകദേശം ഫിസിക്കൽ അപ്പിയറൻസ് ഇങ്ങനെ ആയിരിക്കും. സംഭവം എന്താണെന്ന് വെച്ചാൽ കൂട്ടത്തിൽ നമുക്കൊരു ഫോണിൻ്റെ ഒരു കവറുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്തിട്ട് എനിക്കൊന്ന് ചാർജ് ഇല്ലെന്ന് തോന്നുന്നു. സോറി ഗൈസ്, പെട്ടു, ചാർജ് ഇല്ല. നോക്കാം, കുഴപ്പമില്ല. എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് ഒന്ന് പറയാം. കുറേ ഞെക്കി പിടിച്ചു, ചാർജില്ല, കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് ചാർജ് ആക്കിയിട്ടുണ്ടോ കേട്ടോ. ഇപ്പോൾ ചാർജായി. എയർ ടാബ് എന്നുള്ള ലോഗോ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു ലോഗോ വരുന്നത്. അതിനകത്ത് ഇച്ചിരി സൗണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് എയർ ടാബ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. കമ്പനി ക്ലെയിം ചെയ്യുന്നത് 16 GB റാമും 1 TB റൂമും ഒക്കെയാണ്. നമുക്ക് ആ മണ്ടേ നോക്കി അറിയാം. ഡൈനാമിക് ആയിട്ട് അതിൻ്റെ ആനിമേഷൻ വരുന്നുണ്ട്. ഞാൻ സൂം ചെയ്തപ്പോഴത്തേക്ക് സംഭവം പോയി കേട്ടോ. അതങ്ങ് പോയി. ചാർജ് കുറവാണ്, എന്നാലും നോക്കാം. നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഇതേണ്ട കേസ് നമ്മുടെ ഫോൺ എടുത്തപ്പോൾ തന്നെ പണിയാണത്. ഓക്കെ, ഇപ്പോൾ സൈഡൊക്കെ നോക്കുവാണെങ്കിൽ ഒറ്റ മിനിറ്റ് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിനൊക്കെ ശേഷം കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫുൾ പ്ലാസ്റ്റിക് ബോഡിയാണ്, മറ്റേതൊന്നുമല്ല. iPhone 16 ഒരു ചെറിയ മോഡലാണെങ്കിലും ടൈപ്പ് സിയുടെ ചാർജിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സിം ഇടാവുന്നൊരു മോഡലാണ്. ഫുൾ ബോഡി റെയിലിങ്സ് വരുന്ന എല്ലാം ഫുള്ള് പ്ലാസ്റ്റിക് ആണ്. അത്യാവശ്യം നോർമൽ 60 Hz ഒരു റിഫ്രഷ് റേറ്റാണ് ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ളത്. OLED ഒന്നുമല്ല, നോർമൽ LCD പാനലാണ് വരുന്നത്. അപ്പോൾ നോക്കുകയും ഒരു ഡൈനാമിക് എലമെൻറ്റിൻ്റെ ഒരു ക്യാമറയും പിന്നെ 3 ക്യാമറ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ് വരുന്നത് കേട്ടോ. വിത്ത് ലൈഡാറും പിന്നെ ഒരു ഫ്ലാഷും. വർക്കാവില്ലോ ദൈവത്തിനറിയാം. വർക്കാവത്തില്ല, ഒബ്വിയസ്ലി, ഉറപ്പില്ലയോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ സെറ്റിങ്സ് ഇപ്പോൾ എബൌട്ട് അടിക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ പേര് കാണാൻ പറ്റും. വീണ്ടും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് ശേഷം നമുക്ക് അതിൻ്റെ പേര് കാണാൻ പറ്റും. പേര് നോക്കുവാണെങ്കിൽ സൂം ചെയ്യട്ടെ, മറ്റേ സൂം ചെയ്തിട്ട് നമ്മൾ ആ പേര് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും എബൌട്ട് ഫോൺ മിനി 16. അപ്പോൾ പേര് മിനി 16 എന്നുള്ളൊരു പേരാണുള്ളത്. നമ്മളത് എടുക്കുവാണെങ്കിൽ നമുക്ക് എൻ്റെ ഫോണിനെ 15 ആൻഡ്രോയിഡ് വേർഷൻ 15ഉം റാം 16ഉം റോം 1 TB 1 TB സ്റ്റോറേജ് റോമാണ് കാണിച്ചേക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നേ ഉള്ളൂ. അപ്പോൾ കാണുമ്പോഴേ അറിയാം ഫേക്കാന്ന് ഉറപ്പാണ്. ഇപ്പം ഇത്രയാണ് ഇതിൻ്റെ ഒരു ഇൻറ്റേർണൽസ് പറയുകയാണെങ്കിൽ സ്പെക്ക് കൊടുത്തേക്കുന്ന ഈ ഒരു സ്പെക്കിലാണിത് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ്, എനിക്ക് ഈ ഫോണിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഇത്രയും ഒരു ചെറിയ ഫോം ഫാക്ടർ ഇത്രയും സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഫീച്ചേഴ്സ് കൊടുക്കാൻ അവർ ശ്രമിച്ചു. അവരെ കുറ്റപ്പെടുത്തുമല്ല, എന്നാലും ഒരു ചെറിയ ഫോണിനകത്ത് ഒരു ക്യാമറ സെറ്റപ്പും സെൽഫിയും ബാക്കും ട്രിപ്പിൾ ക്യാമറ ബോഡിയിലാണെങ്കിലും സോഫ്റ്റ്വെയറിൽ ഒരു സിംഗിൾ ക്യാമറയുടെ സെറ്റപ്പ് ചെയ്യാൻ ശ്രമിച്ചു. ഫുൾ ഫോണിൽ ഒരു ചെറിയ ഇതിലുമായിട്ട് ചെയ്യാൻ ശ്രമിച്ചു. നമുക്ക് ജസ്റ്റ് അടുത്തായിട്ട് ഈ ക്യാമറയിൽ നിന്ന് ഒരു ഔട്ട് ഒന്നുണ്ടോ. ഇതിലെടുത്തൊരു വീഡിയോ ആണ്, ഒരു സാമ്പിൾ വീഡിയോ ആണ്. നമ്മുടെ ലൈറ്റും കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. ലൈറ്റ് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് എടുക്കുന്നത്. റോ വീഡിയോ ക്വാളിറ്റി. ഇപ്പോൾ റോ വീഡിയോ ആണ്, ഒരു എഡിറ്റ് പൊളിയാത്തൊരു വീഡിയോ ആണ്. ഇതായിരിക്കും ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്നാണ്. നമ്മളിതിലെ 3 ക്യാമറ നമ്മൾ അടച്ചു പിടിച്ചു. ഫസ്റ്റ് നമ്മൾ മിഡിൽ ക്യാമറ നോക്കി, അതില്ല. ഇതും നോക്കി. ഒന്നാമത്തെ ക്യാമറ അടയ്ക്കുമ്പോഴായിരിക്കും അടയുന്നത്. ഓക്കെ, ഇപ്പോൾ എല്ലാ പ്രാവശ്യത്തെ കുട്ടിയാണെങ്കിൽ ഈ പ്രാവശ്യവും ഓഡിയൻസായി നിങ്ങളായിരിക്കണ്ടേ
വീഡിയോസിനെ അനലൈസ് ചെയ്യുന്നതും കമൻ്റ് ഇടുന്നതും എല്ലാം ഷെയർ ചെയ്യുന്നതും എല്ലാം. അപ്പോൾ ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും. ദിസ് ഈസ് കശ്യപ് സൈനിങ് ഓഫ്. ബൈ.